ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ നമ്മുടെ കറിവേപ്പിലയില്ലേ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അത് 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 200 ഗ്രാം ബീഫ് ഞാൻ ഒന്ന് കുക്കറിൽ വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തതാണ്. അപ്പം അതിൽ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പും ബീഫും കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. കട്ട്ലറ്റിൻ്റെ 1-2 ഷേപ്പുകളില്ലേ ആ ഷേപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊരു ബോൾ കണക്കാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഒന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ കട്ട്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം കട്ട്ലറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടി അതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുവാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കട്ട്ലറ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം വേറെ അടിപൊളി കുക്കിംഗ് വീഡിയോസുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.